അതുപോലെ പാറയൊക്കെ തമരടിച്ച് പൊട്ടിച്ചാണ് കുഴിയടിച്ചിട്ട്. മുത്തശ്ശി പ്ലാവാണ്. വനത്തിനുള്ളിൽ ട്രക്കിംഗ് ഒരു 6 കിലോമീറ്റർ. അത് 6-12 കിലോമീറ്റർ ഉണ്ടാവും. അത് മൈ ട്രാവൽ മൈ ടേസ്റ്റിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം. മരങ്ങളെപ്പറ്റി, കാടിനെപ്പറ്റി, അങ്ങനെ പ്രകൃതിയെ കൂടുതൽ അറിയാൻ, ആ മനോഹാരിത നേരിട്ട് ആസ്വദിക്കാൻ സൈലന്റ് വാലിയിലെ യാത്ര നമ്മളെ വളരെ സഹായിച്ചു. എനിക്കൊന്നും ഇതാണ് തോന്നുന്നത്. കാരണം ഇതും അതും ഏകദേശം ഒരുപോലെ അല്ലല്ല, ഇത് ചുവപ്പ് കളറാണ്. മറ്റേത് ും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അതുപോലെ പാറയൊക്കെ തമരടിച്ച് പൊട്ടിച്ചാണ് കുഴിയടിച്ചിട്ട് അന്നത്തെ കാലത്ത്. അതെ, ഇതൊരു 65 സാറേ, 65 കാലഘട്ടങ്ങളിൽ. പക്ഷെ പണി തുടങ്ങിയിട്ട് അതിന് ബേക്കറിക്ക് തുടങ്ങിയിട്ടുണ്ട് കൂട്ടിക്കോളും. കാരണം 1 കൊല്ലം 2 കൊല്ലം കൊണ്ട് ഈ റോഡ് തീരില്ല. കാരണം നമ്മൾ മനുഷ്യൻ വെട്ടിയ റോഡാണല്ലോ. നമ്മളിപ്പോൾ ഈ 23 കിലോമീറ്റർ, 24.5 കിലോമീറ്റർ കുന്തിപ്പുഴ വരെ അല്ലേ സാറേ, 24.5 കിലോമീറ്റർ മൊത്തം നമ്മൾ മനുഷ്യൻ വെട്ടിയ റോഡുകളാണ്. അന്ന് JCB കാര്യങ്ങൾ, JCB വന്നത് 80-85 കാലഘട്ടങ്ങളാണ്. JCB ഇതിപ്പോ നമ്മൾ 21-22 ഈ പ്രളയം വന്ന ശേഷം സാറേ കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ ഇടിഞ്ഞു പോയി ഇവിടെ. അപ്പൊ നമ്മൾ പാർക്കിംഗ് ഒക്കെ അടച്ചിരുന്നു. അപ്പൊ അതിനുശേഷം നമ്മളിപ്പോ ഇപ്പോൾ 21-22 നമ്മളിത് പണി തുടങ്ങിയത്. പിന്നെ ആ സൈഡ് കംപ്ലീറ്റ് നമ്മൾ കെട്ടി, കരിങ്കല്ല് കൊണ്ട് കെട്ടി, എല്ലാം നെറ്റിട്ട് കെട്ടി. നമ്മുടെ പണ്ടത്തെ കാലത്ത് ആകാശക്കാർ കമ്പിയിട്ട് പോയി കെട്ടിയത് ഒരു കെട്ടുണ്ടല്ലോ നെറ്റിൽ. നമ്മുടെ ചുര ഇറങ്ങിപ്പോകുമ്പോൾ സാറ് കാണാം അങ്ങനെയുള്ള കെട്ട്. പക്ഷെ ഇവിടെ മെയിനായിട്ട് ഈ മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നമ്മളെ മറ്റുള്ള സ്ഥലം വരെ ഓപ്പൺ ഏരിയ അല്ല, ഇവിടെ തിക്ക് ഫോറസ്റ്റ് അല്ലേ. അതെ, പ്ലാന്റേഷൻ ഇപ്പൊ ഇത് കഴിഞ്ഞു ഒരു കുറച്ചും കൂടി ഉള്ളൂ. ഒരു കറക്റ്റ് 1 കിലോമീറ്റർ കൂടി കറക്റ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു. എന്റെ ശശി എന്നാണ്. ഞാനിവിടെ അട്ടപ്പാടിക്കാരൻ തന്നെയാണ്. ഞാനിവിടെ തന്നെ ജനിച്ചു. യൂട്യൂബ് സ്റ്റാർ ആണ്. അല്ല, ഞാൻ ഡെയിലി സേവറാണ്. ഞാൻ വണ്ടി മാത്രം അവരുടെ വണ്ടിയാണ്. ഞാൻ 7 വർഷത്തോളായി. അട്ടപ്പാടിക്കാരനെന്ന് അറിയാം. അട്ടപ്പാടിക്കാരനാണെന്ന് പറയുന്നുണ്ട്. ഞാൻ അട്ടപ്പാടി എന്ന് പറഞ്ഞാൽ ഞാനിവിടെ അട്ടപ്പാടി പറയാൻ കാരണം പറഞ്ഞാൽ നമ്മളിപ്പോ ഇവിടെ ഞാൻ ജനിച്ചു. ഇപ്പൊ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ അട്ടപ്പാടി എല്ലാം ഒരുവിധ സ്ഥലങ്ങളൊക്കെ എനിക്കറിയാം, ആളുകളെ അറിയാം. സ്ഥലം ഏരിയയും ഒരുവിധപ്പെട്ട അന്ന് തൊട്ട് 13 വയസ്സ് തൊട്ട് ഞാൻ ലോറിയിലാണ്. 4 ക്ലാസ് വരെ ഞാൻ പഠിച്ചത്. പക്ഷെ എല്ലാ സ്ഥലങ്ങളും നമുക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പേര് സ്നേഹകാരനാണ്. എന്റെ വീട് ശരിക്കും ഞാൻ ചെമ്മണ്ണൂരുകാരനാണ്. അമ്പലത്തിന്റെ അടുത്താണ് താമസം, ചെമ്മണ്ണൂർ. അപ്പോൾ അല്ല, നിങ്ങൾ അങ്ങനെ നമ്മളിങ്ങോട്ട് മുത്തശ്ശി പ്ലാവാണ്. പക്ഷെ ഇതിൽ ചക്ക എന്ന് പറയാൻ നമ്മൾ ചെറിയ ചക്ക ഉണ്ടാവും, വലിയ ചക്ക ഉണ്ടാവില്ല. വലിയ ചക്ക ഉണ്ടാവണമെങ്കിൽ നമ്മൾ ഇതിന്റെ പ്രായം ചെറിയ പ്രായമായിരിക്കണം. ഈ വലിയ പ്രായം കൂടുതലായതുകൊണ്ട് ഈ ചക്ക വലുത് വെക്കില്ല, ചെറുതായിട്ട് വരും ഈ ഇടത്തരം. അപ്പൊ താഴെയുള്ളത് കംപ്ലീറ്റ് ആന പറിച്ച് തിന്നും. കംപ്ലീറ്റ് മുകളിലുള്ള സിംഹവാലം കറങ്ങി, കരിങ്കറങ്ങി, മെരുക് അങ്ങനെയുള്ള സാധനങ്ങൾ. പിന്നെ പഠനമുണ്ട്. പിന്നെ ഇവിടെ കറക്റ്റുള്ള സൗകര്യങ്ങളും ഭക്ഷണ സൗകര്യങ്ങളെല്ലാം നമ്മളിവിടെ. അത് 3 ദിവസത്തെ പരിപാടിക്ക് 3700 രൂപ വരെ. 3 ദിവസത്തേക്ക് എല്ലാം ഉണ്ട്. എല്ലാം പോലും നമ്മുടെ വണ്ടി കൊണ്ട വീട് ഇവിടെ എല്ലാം അവിടെ നമ്മുടെ അവിടെ നിന്നാണ് നമ്മുടെ റേസ് ചെയ്യുന്നത്. ഒരാൾക്ക് വണ്ടി വാടകയും നമ്മുടെ ഭക്ഷണ ചെലവും ട്രക്കിങ് എല്ലാം ഇഷ്ടപ്പെടും. അത് എപ്പോൾ വേണമെങ്കിൽ വരാം. ഈ സമയത്തൊക്കെയാണ് ഒത്തിരി ഉത്തമമായി. ട്രക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ട്രക്കിംഗ് അല്ല, വനത്തിനുള്ളിൽ ട്രക്കിംഗ് ഒരു 6 കിലോമീറ്റർ.
അപ്പം നമ്മളിപ്പോൾ ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് നടക്കില്ല, 20 പേര്. അല്ല ഒറ്റയ്ക്ക് വന്നു കഴിഞ്ഞാൽ വേറെ ആൾക്കാരുടെ കൂടെ അങ്ങനെ പോകാൻ പറ്റുമോ? അങ്ങനെ പോകാൻ പറ്റില്ല, അങ്ങനെ ഇവിടെ ചെയ്യുന്നില്ല. ഒരു സാർ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി വരണം, അങ്ങനെ അല്ലാതെ ഒറ്റയ്ക്ക് അങ്ങനെ 20 പേരുടെ ഗ്രൂപ്പായിട്ട് വരണം. മാക്സിമം 20 പേരെങ്കിലും വേണം എന്നാണ് എൻ്റെ കണക്ക് പറഞ്ഞത്. ഞങ്ങൾ 20 പേരായാലും ആരെയാണ് കോൺടാക്ട്? അത് നമ്മൾ അവിടെ ബന്ധപ്പെട്ടാൽ മതി. ഞാൻ നമ്പർ തരാം സാറിന് അവിടെ. നമ്പർ അല്ല, എൻ്റെ നമ്പറും സാർ തരാം, അവിടുത്തെ നമ്പറും ഞാൻ തരാം. അപ്പോൾ അത് സാറായിട്ട് വിളിച്ച് ചെയ്താൽ മതി. 3 ദിവസത്തെ 3 ദിവസം വരും. അത് ഇന്നിപ്പോൾ ഒരു ഇന്ന് രാവിലെ വന്നു കഴിഞ്ഞാൽ ഒരു ഉച്ച കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഇവിടെ ആക്ടിംഗ് ആണ്. പിറ്റേ ദിവസം സൈലന്റ് വാലി ട്രക്കിംഗ്. അപ്പോൾ അവിടെ നിന്ന് ഇവിടെ വരെ വണ്ടിയിൽ വണ്ടിയിൽ ഇവിടെ കൊണ്ട് അടുത്ത് ഞാൻ തിരിച്ചു പോകും. കിടക്കുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ 3 മണിക്ക് ഇവിടെ വണ്ടി 4 മണിക്ക് ഇവിടെ കൊണ്ടുവരും. ഇന്ന് രാത്രി ഇവിടെ ആൾട്ടിങ് ആണ്. പിറ്റേ ദിവസം രാവിലെ സൈലൻട്രി ട്രക്കിങ് 2000. അതിന് ആ ട്രക്കിങ് പോയി വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇവിടുത്തെ പഠനം ഇവിടെ പിന്നെ അന്ന് ആൾട്ടിങ് ആണ്. അതിൻ്റെ പിറ്റേ ദിവസം ഈ സൈലന്റ് വരെ പോയ പിറ്റേ ദിവസം ഈ വനത്തിലുള്ള ട്രക്കിംഗ് ആണ്. അത് കഴിഞ്ഞ് വന്ന ശേഷം പിന്നെ തിരിച്ച് നേരെ 4 മണിക്ക് തിരിച്ച് താഴെ. എല്ലാ ദിവസവും താമസിക്കുന്നു. ഇവിടെ തന്നെ പറഞ്ഞു. അത് 6-12 കിലോമീറ്റർ ഉണ്ടാവും. അത് ചിലപ്പോൾ രാവിലെ നമുക്കൊരു 9 മണിക്ക് പോയി 2 മണി 2:30 തിരിച്ചു വരും. നടന്നു. അതാ ട്രക്കിംഗ്. അതന്നെ പറഞ്ഞു. ഫുഡ് ഇവിടെ നമ്മൾ കുക്ക് ചെയ്യാൻ അല്ലല്ല, വേണ്ട. അതിനൊക്കെ ഞങ്ങൾ കൊണ്ടുവരും ആളുകൾ. പിന്നെ ഇറച്ചി എന്തെങ്കിലും മീൻ എന്തെങ്കിലും സ്പെഷ്യൽ വേണമെങ്കിൽ നമ്മളത് വേറെ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങണം. ഈ പാക്കേജിൽ പെടുന്ന പൈസ ഇത്രയില്ല. കുട്ടികളെ നമ്മൾ കൊണ്ടുപോകും. അല്ല സാറേ, പിള്ളേരെ പറ്റില്ലല്ലോ. സാറാണ് എൻ്റെ ഓഫീസർ. സാറാണ് എൻ്റെ ഓഫീസർ. ഈ പ്രായമല്ലേ അവര് പറയുന്ന വെച്ചാൽ ഈ ആനയൊക്കെ വന്നാലും നടക്കാനും ഓടാനൊക്കെ പെട്ടെന്ന് എന്താ പറയുക, നമ്മളൊരു മെയിനായിട്ട് ഓടാൻ അത് സർവീസ് അത്ര ഇതുള്ളത്. കാരണം നമ്മൾ ഇങ്ങനെ നിസ്സാരമല്ല, ഇതിൽ റിസ്ക് കണ്ട റിസ്ക്കാണ്. ഒപ്പം ആളുണ്ടാവും. പിന്നെ ആനയൊക്കെ ഉള്ള സ്ഥലം നമ്മൾ ഒരാളെ വിടും, അതിന്റെ പുറകെ ഓഫീസർ സാറുണ്ടാവും. പിന്നെ നമ്മുടെ അതിന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാവും. ഞാൻ തിരുവനന്തപുരം. ഇൻട്രസ്റ്റ് ഉണ്ട്. അല്ല നമുക്ക് അതായത് നമ്മൾ വെട്ടി വെച്ചിട്ട് ഒരു 10-20 ദിവസം വന്നിട്ട് അവരെ പ്രൈവറ്റ് ആളുകളെ വെട്ടി വെച്ചിട്ട് ഒരു 20 ദിവസം വന്നിട്ട് ആ കറ അകത്തിടുന്നു. അത് നമ്മുടെ ഓഫീസിൽ വാങ്ങാൻ കിട്ടൂല കേട്ടോ. കുടിച്ചു നോക്ക്.
സ്ഥലം എവിടെ? എൻ്റെ ഇവിടെ പാലക്കാട് വടക്കഞ്ചേരി, ഓ സ്ഥിരതാമസം ബാംഗ്ലൂരാണ്. ഇവിടെ വന്നിട്ടില്ലേ? ഇല്ല കുറേ വർഷങ്ങളായിട്ട് ചെറിയാണ്. ഇതിലോട്ട് എയറും ഈ അന്തരീക്ഷം, അത് കാട് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം. അല്ലെങ്കിൽ പറയും ഇവിടെ കുറച്ച് കാട് മാത്രമേ ഉള്ളൂ എന്ന് പറയും.